ത്തെ ശക്തമാക്കുക. ഇതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ട ധർമ്മം. എന്നാൽ ആ ഉത്തരവാദിത്വം വിസ്മരിച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും പ്രവർത്തിച്ചത്. അതിനു പകരം വിവാദങ്ങൾ സൃഷ്ടിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കച്ചവട രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുക എന്ന നിലയിലേക്ക് അധപ്പതിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ താരതമ്യമില്ലാത്ത ദുരന്തമാണ് മേപ്പാടിയിലുണ്ടായത്. ദുരന്ത നിവാരണത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം മെമ്മോറാണ്ടം സമർപ്പിച്ചു. ആ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ചെലവിൻ്റെ കണക്കായി വ്യാഖ്യാനിച്ചാണ് വ്യാജ വാർത്ത ഉണ്ടാക്കിയത്. ഏതു വിധേനയും സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം നേടുന്ന ത്വരയിൽ ദുരന്തത്തിൻ്റെ ഇരകളായ മനുഷ്യരെയാണ് ദ്രോഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവണം. ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെയും ദുരിതാശ്വാസ നിധികളുടെയും വിശ്വാസ്യത തകർക്കുന്നതിനായി നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ വലിയ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിലുണ്ടാക്കുക. ഒരു വാർത്ത ആർക്കെതിരെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനു മുൻപ് അവരോട്, ബന്ധപ്പെട്ടവരോട് അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുക എന്ന അടിസ്ഥാന മാധ്യമധർമ്മം പാലിക്കാതെയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലുള്ള വാർത്ത പ്രക്ഷേപണം ചെയ്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെയുള്ള മെമ്മോറാണ്ടത്തിലെ ഹൈക്കോടതി മുൻപാകെ സമർപ്പിച്ചതാണത്. ആ മെമ്മോറാണ്ടത്തിലെ വസ്തുതകൾ സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ടാകാം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതിനാവശ്യമായ വൈദഗ്ധ്യമുള്ളവരോട് ചോദിച്ച് തിരിച്ചറിയാനുള്ള സത്യസന്ധത കാണിക്കണ്ടേ? ആ സത്യസന്ധത ഇവിടെ കാണിക്കാൻ തയ്യാറായില്ല എന്നതാണ് നാം കാണേണ്ടത്. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് കേരളം നൽകിയത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ധൂർത്തും അഴിമതിയുമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ തിരിക്കാനാണ് വ്യാജ വാർത്തക്കാർ ആഗ്രഹിച്ചത്. ഒരു കുടുംബത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കുന്നത്ര ലളിത യുക്തിയിലാണ് ഒരു മഹാദുരന്തത്തിൻ്റെ മെമ്മോറാണ്ടത്തെ അവലോകനം ചെയ്തത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി മാത്രമേ മെമ്മോറാണ്ടം വഴി ധനസഹായം ചോദിക്കാൻ സാധിക്കൂ. അത് അറിയാത്തവരല്ല കേരളത്തിലെ മാധ്യമങ്ങൾ. 2012 മുതൽ 2019 വരെ വിവിധ സർക്കാരുകൾ പല ദുരന്തഘട്ടങ്ങളിൽ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിലുണ്ട്. അത് ഒറ്റ ക്ലിക്ക് അകലെ എല്ലാവർക്കും ലഭ്യവുമാണ്. 2012 മുതൽ 2016 വരെയുള്ള UDF സർക്കാരുകളുടെ കാലത്ത് സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങൾ ധൂർത്തായോ പെരുപ്പിച്ച കണക്കായോ ഇന്ന് വരെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇതിന് വ്യവസ്ഥാപിതമായ രീതികളുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ ആരും അന്നത് വിവാദമാക്കാതെ ഇരുന്നത്. വരൾച്ച മുതൽ
പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം വരെയുള്ള ദുരന്തഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പരമാവധി സഹായം ചോദിച്ചു വാങ്ങണം എന്നതിനാണ് അന്നത്തെ പ്രതിപക്ഷം പോലും മുൻഗണന നൽകിയത്. എന്നാൽ ഇപ്പോൾ ദുരന്തങ്ങൾ നമ്മുടെ നാടിനെ ഗ്രസിക്കുമ്പോൾ മലയാളികൾ കൂട്ടായ്മ കൊണ്ടും സഹവർത്തിത്വം കൊണ്ടും അവ തരണം ചെയ്യാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അതിനെ തുരങ്കം വെക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ല, അതിനായി പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളാണ്. അത് തയ്യാറാക്കുന്നതിന് രാജ്യമാകെ അവലംബിക്കുന്ന ചില രീതികളുണ്ട്. ദുരന്തഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ തയ്യാറാക്കപ്പെടുന്ന മെമ്മോറാണ്ടത്തിൽ പല സാധ്യതകൾ വിലയിരുത്തി വേണം ഓരോ കണക്കുകളും തയ്യാറാക്കാൻ. അത്തരത്തിൽ തയ്യാറാക്കിയ വിവരങ്ങളെയാണ് കള്ളക്കണക്ക് എന്ന് ആക്ഷേപിച്ചത്. ഇത്തരം ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. SDRFൻ്റെ വളരെ ഇടുങ്ങിയ മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡങ്ങൾ പ്രകാരം 219 കോടി രൂപ മാത്രമാണ് സർക്കാരിന് മെമ്മോറാണ്ടത്തിലൂടെ ആവശ്യപ്പെടാൻ സാധിച്ചത്. എന്നാൽ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ യഥാർത്ഥ നഷ്ടം 1200 കോടി രൂപയിലധികമാണെന്ന് കണക്കാക്കിയിരുന്നു. ഇത് മാത്രമല്ല, ആ ദുരന്ത മേഖലയെ പുനർനിർമ്മിക്കണം. അങ്ങനെ പുനർനിർമ്മിക്കാൻ 2200 കോടിയെങ്കിലും വേണ്ടിവരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അപ്പോഴാണ് 219 കോടി രൂപ മാനദണ്ഡപ്രകാരം സഹായമായി ചോദിച്ചതിനുള്ള വ്യാജ പ്രചരണം വരുന്നത്. കണക്ക് പെരുപ്പിച്ച് കാണിച്ചു എന്ന് പറയുന്നവർക്ക് ഓരോന്നായി വസ്തുതകൾ പരിശോധിക്കാവുന്നതായിരുന്നല്ലോ. അതിന് SDRF മാനദണ്ഡങ്ങൾ എന്തൊക്കെ എന്ന കാര്യത്തിലും മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് എങ്ങനെയെന്നതിലും പ്രാഥമിക ധാരണയുണ്ടായിരിക്കണം. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ധനകാര്യ കമ്മീഷൻ നിശ്ചയിക്കുന്ന പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ വർഷവും പണം നീക്കിവെക്കുന്നുണ്ട്. അതിനോടൊപ്പം സംസ്ഥാന വിഹിതം കൂടി ചേർത്താണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി. ഇത് മറ്റ് പദ്ധതി വിഹിതങ്ങളെപ്പോലെയല്ല, ഉപയോഗിച്ചില്ലെങ്കിൽ ലാപ്സായി പോകില്ല, അടുത്ത വർഷങ്ങളിൽ ഉപയോഗിക്കാം. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി 1 രൂപ പോലും ചെലവഴിക്കാൻ സാധിക്കുകയില്ല. ഈ ഫണ്ടിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മുതിർന്ന 5 സെക്രട്ടറിമാരടങ്ങുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണ്. വാർഷികമായി ലഭിക്കുന്ന തുകയ്ക്ക് പുറമെ വലിയ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അധിക ധനസഹായം ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ലഭ്യമാക്കാനാണ് നിർദ്ദിഷ്ട ഫോർമാറ്റിൽ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടത്. ഇത് ഉന്നതതല സംഘം പരിശോധിച്ച് വിലയിരുത്തിയാണ് അധിക സഹായം ലഭ്യമാക്കുക. ഓഗസ്റ്റ് 9 തന്നെ കേരളത്തിലെത്തിയ കേന്ദ്ര സംഘവുമായി കൂടിയാലോചനകൾ നടത്തുകയും അവരെ ദുരന്തത്തിൻ്റെ ആഘാതം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഓഗസ്റ്റ് 17 കേരളം
മെമ്മോറാണ്ടം തയ്യാറാക്കി സമർപ്പിച്ചത്. ഓഗസ്റ്റ് 14 വരെ ലഭ്യമായ കണക്കുകളാണ് പ്രസ്തുത മെമ്മോറാണ്ടം തയ്യാറാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആശ്രയിച്ചത്. SDRF ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളുണ്ട്. ഇത് 2 തരത്തിലാണ് ചെലവഴിക്കാനാവുക. ഒന്ന്, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട യൂണിറ്റ് കോസ്റ്റ് വെച്ചുകൊണ്ട്. മറ്റൊന്ന്, എത്രയാണോ യഥാർത്ഥ ചെലവ് അതിൻ്റെ ആക്ച്വൽസ്, അഥവാ അത് മുഴുവനായി തന്നെ. അതായത് ഒരു വീട് നഷ്ടപ്പെട്ടാൽ അത് എത്ര ലക്ഷങ്ങൾ വിലയുള്ളതാണെങ്കിലും പരമാവധി SDRFിൽ നിന്ന് നൽകാൻ സാധിക്കുക 1,30,000 രൂപ മാത്രമാണ്. 1 കിലോമീറ്റർ റോഡിന് 1 ലക്ഷം രൂപ, ഒരു സ്കൂളിന് 2 ലക്ഷം രൂപ. ഇങ്ങനെയാണ് SDRFിൽ നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇവ എത്രമാത്രം അപര്യാപ്തമാണ് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 1,30,000 രൂപ കൊണ്ട് ഒരു വീട് വെക്കാനാകുമോ? കേരളത്തിൽ ഒരു വീടിന് ഏറ്റവും ചുരുങ്ങിയത് 4 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നത്. SDRFിന് പുറമെ ജനങ്ങൾ സംഭാവന നൽകിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തുക നൽകുന്നത്. കോടികൾ ചെലവാക്കി പണിത സ്കൂളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് തകർന്നാൽ 2 ലക്ഷം രൂപ കൊണ്ട് അടിത്തറ പോലും കെട്ടാനാകില്ല. ഇങ്ങനെ തീർത്തും അപര്യാപ്തമായ തുക നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരു പരിധിവരെ സാധാരണഗതിയിൽ യോജിക്കാൻ കഴിയാത്തതാണ്. ആ മാനദണ്ഡപ്രകാരം ഒരു ദുരന്തഘട്ടത്തിൽ ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിസ്സാരമായ തുകയെ ലഭിക്കുകയുള്ളൂ എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്താ നമ്മുടെ അനുഭവം? അതുതന്നെ പലപ്പോഴും കിട്ടാറില്ല. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവം. ഇവിടെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായി പരമാവധി സഹായം ലഭിക്കാൻ നൽകിയ മെമ്മോറാണ്ടത്തെയാണ് ആക്രമിച്ചത്. അതുപോലും കിട്ടരുത് എന്ന ദുഷ്ടലക്ഷ്യത്തോടെ നടത്തിയ ഈ പ്രചാരണം വയനാട്ടിലെ ദുരിതബാധിതർക്കെതിരെ കടന്നാക്രമണമായി മാത്രമേ കണക്കാക്കാനാവുകയുള്ളൂ. ഇനി മറ്റ് ചില ഹെഡുകൾ. അവയിൽ SDRFിൽ ചിലവായ മുഴുവൻ തുകയും അനുവദിക്കാൻ സാധിക്കും. രക്ഷാപ്രവർത്തനം, ക്യാമ്പ് മാനേജ്മെൻറ്റ്, ദുരന്ത അവശിഷ്ടങ്ങൾ മാറ്റുന്നത്, കുടിവെള്ള വിതരണം തുടങ്ങിയവയാണ് ഇക്കൂട്ടത്തിൽപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ ആകെ ചെലവ് എത്രയാണോ അത് മുഴുവൻ SDRFിൽ നിന്ന് അനുവദിക്കേണ്ടതുണ്ട്. ഇതാണ് ആക്ച്വൽസ് എന്ന് മെമ്മോറാണ്ടത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം. എന്നാൽ മെമ്മോറാണ്ടത്തിലെ ഈ ആക്ച്വൽസ് കണ്ട് അത് ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞ പണം ആണെന്നാണ് ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിച്ചത്. മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ഇവയുടെയൊന്നും ചെലവുകളുടെ യഥാർത്ഥ ബില്ലുകൾ ലഭ്യമായിട്ടില്ല. നടക്കുന്ന രക്ഷാപ്രവർത്തനവും അത് എത്ര നാൾ തുടരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു പ്രോജക്റ്റഡ് തുക തയ്യാറാക്കി സമർപ്പിക്കാനാണ് സാധിക്കുക. അത് ചിലപ്പോൾ കൂടുതലോ കുറവോ ആകാം.